വ്യവസായ ലോകം ഒന്നാകെ കുറെ കൂടി നന്നായി കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നു. IT ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള പ്രതീക്ഷകൾ ഏവരും വച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ KSFE ഒക്കെ തന്നെ ഞങ്ങൾ അസറ്റ് ക്വാളിറ്റിക്ക് വളരെയധികം പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം വലിയ ഒരു പുരോഗതിയിലേക്ക് ലക്ഷ്യമിട്ടിരിക്കുകയാണ്. 7% വരെ വളർച്ചാ നിരക്ക് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് എക്കണോമിക് സർവേയിൽ ഉൾപ്പെടെ നമുക്ക് അതിൽ നിന്നും ഉൾപ്പെടെ നമുക്ക് ബോധ്യമാകുന്നത്. എന്നാൽ 8% വരെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന നിലയിലാണ് പൊതുവെ ചർച്ചകളൊക്കെ തന്നെ ധനകാര്യ വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒട്ടനവധി പ്രതീക്ഷകൾ ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കാര്യത്തിൽ, അതുകൂടാതെ IT ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള പ്രതീക്ഷകൾ ഏവരും വച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റിന് മുന്നേ ഉള്ള ഒരു സ്ഥിതി. അതിൽ IT രംഗത്തുള്ള കുറേ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുറേ കൂടി അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുള്ള മാറ്റങ്ങൾ നമ്മളേവരും പ്രതീക്ഷിച്ചിരുന്നു. ഇൻലാൻഡ് നാവിഗേഷൻ ഉൾപ്പെടെ ചില അതിവേഗ പാത ഉൾപ്പെടെയുള്ള 1-2 പ്രഖ്യാപനങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതും സ്വാഗതാർഹമാണ്. അതൊഴിച്ചാൽ കാര്യമായി ഈ നിലയിൽ നമുക്കെടുത്തു പറയത്തക്ക നിലയിൽ ഒരു നേട്ടം ഉണ്ടാകും ഈ ബജറ്റിലൂടെ എന്ന് കരുതുക വയ്യ. ഒരുപക്ഷെ ഈ ഒരു ബജറ്റിനെ ഒരു പ്രത്യേക നിലയിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭാവിയെ ധനമന്ത്രി രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഈ നിലയിലുള്ള ഒരു വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം, പ്രത്യേകിച്ച് ഒരുപാട് ധനസ്ഥിതി നമ്മൾ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രെസ് നേരിടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കെ കുറേ കൂടി കരുതലോടുകൂടിയും കുറച്ചുകൂടി കാര്യങ്ങളെ ഉൾപ്പെടുത്തിയും ഉള്ള ഒരു ബജറ്റാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അത് മാനുഫാക്ചറിങ് സെക്ടറിൽ മാത്രമല്ല, ബാങ്കിങ് സെക്ടറിൽ കുറച്ചധികം മാറ്റങ്ങൾ നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ടാക്സേഷൻ്റെ സ്ട്രക്ചറിൽ കുറേയൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഉദാഹരണമായി ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിന് കുറേ കൂടിയൊക്കെ തന്നെ പ്രതീക്ഷയാണ് പൊതുലോകം വച്ച് പുലർത്തിയിരുന്നത്. അതിൽ ഡിസ്പോസബിൾ ഇൻകം കൂട്ടുന്ന നിലയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നും കരുതിയിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായതുകൊണ്ട്, ഒട്ടനവധി പ്രതീക്ഷകൾ ഏവർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ബജറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് സർവേയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പൊതുവേ ഇപ്പോൾ ഒരു സ്ട്രെസ്സ് വർദ്ധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ചില ബ്രേക്ക് ഡൗൺ പോലും പ്രതീക്ഷിക്കണം. അതൊരു 40-45% ചാൻസ് ഉണ്ട് എന്നുള്ള നിലയിൽ 3 നിലയിൽ ചാൻസുകളെ പോലും ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് എക്കണോമിക് സർവേ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം പൊതുസ്ഥിതി നമുക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രയാസകരമാണ്. അപ്പോൾ അതിനെ കുറെ കൂടി ധൈര്യപൂർവ്വം നേരിടുന്ന നിലയിൽ നമ്മളെപ്പോലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കുറെ കൂടി മികച്ച ബജറ്റിലൂടെ കാര്യങ്ങളെ കാണേണ്ടിയിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വച്ച് പുലർത്തുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ നമുക്കിപ്പോൾ 1-2 പ്രഖ്യാപനങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമാണ്. ഇപ്പോൾ കേരം തിങ്ങും കേരള നാടിൻ ആണല്ലോ കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളികേരവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, അതുപോലെ കാഷ്യൂമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ കേരളത്തിൻ്റെ അഗ്രികൾച്ചറൽ എക്കോണമിക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടും എന്ന് തന്നെ, അതിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോൾ പോലും അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലാണ് പൊതുവെ പറഞ്ഞു പോകുന്നത്. കേരളത്തിന് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നിരിക്കെ തന്നെ ഇപ്പോൾ കാഷ്യൂവിൻ്റെ കാര്യത്തിൽ കൂടുതലായി നമ്മുടെ പ്രോസസ്സിംഗ് ആണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് നടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പ്രൊഡക്ഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വടക്കൻ ജില്ലകളിലാണ് ഒതുങ്ങി നിൽക്കുന്നത് കാഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം.
അതേസമയം അതിൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു കുറെ കൂടി ഉൾപ്പെടുത്തപ്പെട്ടിരുന്നതെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നാകുമായിരുന്നു. അപ്പോൾ അതുപോലെ വന്നതിൽ നമുക്ക് ഉണ്ടായ പ്രഖ്യാപനങ്ങളിൽ പോലും കുറെ കൂടി മികവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ ഇനിയെങ്കിലും അത് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വച്ച് പുലർത്താവുന്നതുമാണ്. അതുപോലെ നമുക്കിപ്പോൾ തീരദേശ ടൂറിസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. വളരെ നല്ല തീരദേശമുള്ള ഒരു പ്രദേശമാണ് കേരളം. കേരളത്തിൻ്റെ സർക്കാരുകളൊക്കെ തന്നെ പൊതുവേ ഈ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. നമ്മുടെ തന്നെ GSDPയുടെ കാര്യത്തിൽ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനത്തിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ പൊതുവേ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. പൊതുവേ റിസോഴ്സ് ക്രഞ്ചുള്ള, അല്ലെങ്കിൽ നമുക്ക് വിഭവ സമാഹരണം എത്ര വിചാരിച്ചാലും പ്രൊഡക്ഷൻ സെക്ടറിനൊക്കെ അത്രത്തോളം പ്രാധാന്യമില്ലാത്ത സേവന മേഖലയ്ക്ക് മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ GST റാഷണലൈസേഷൻ നടപ്പാക്കിയതിന് ശേഷം പോലും ചില പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഈ ധനകാര്യ കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ബജറ്റിലൂടെയൊക്കെ തന്നെ നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ 41% കേന്ദ്ര വിഹിതം ആയി സംസ്ഥാനങ്ങൾക്കാകെ വിതരണം ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ സെസ്സും അതുപോലെ സർചാർജും പോലുള്ളവ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പഴയതിൽ നിന്നും മുന്നേ മുൻ ധനകാര്യ കമ്മീഷനുകളുടെ ഭാഗമായി കിട്ടുമായിരുന്ന ഒരു സം ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് താഴെ പോകും എന്നുള്ളത് സ്പഷ്ടമാണ്. അതുകൂടാതെ ഇപ്പോൾ ഒരു ക്രമാനുഗതമായിട്ട് നമുക്ക് അതിൻ്റെ വിഹിതം, സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം പിന്നീട് നിശ്ചയിക്കുമ്പോൾ, അതിൻ്റെ പുറത്ത് നിശ്ചയിക്കുമ്പോൾ അത് 3.5% ആയിരുന്നതിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇപ്പോൾ പോലും 2.38% എത്തി നിൽക്കുന്നു. അത് മാത്രമായിരിക്കും കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു കൂടുതൽ വികസന സങ്കല്പം പേറുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒട്ടനവധി വികസന സൂചകങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി സൂചകങ്ങൾ ഏറ്റവും മുന്തിയ ഒരു സംസ്ഥാനം, അത് ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും കുറെ കൂടി നല്ല ഒരു വിഹിതം കിട്ടുകയാണെങ്കിൽ രാജ്യത്തിന്, കേരളത്തെ പൊതുലോകത്തേക്ക്, അതായത് ലോക രാജ്യങ്ങളുടെ ഇടയിലേക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒട്ടനവധി വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒന്നാകുമായിരുന്നു. ആ നിലയിൽ വേണമായിരുന്നു കേരളത്തിൻ്റെ ഒരു ഇക്കോണമിക്ക് ആക്കം കൂട്ടുന്ന നിലയിൽ വിഹിതങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കേണ്ടിയിരുന്നത്. ഇതിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ വിധത്തിൽ കേരളത്തെ കുറെ കൂടി ഒരു പരിഗണനയോടുകൂടി കാണുന്ന ഒരു ബജറ്റ് വ്യവസായ ലോകം ഒന്നാകെ, തീർച്ചയായിട്ടും ഇവിടെ പല ഇടങ്ങളിലും നമ്മളിപ്പോൾ ഇത് ബഡ്ജറ്റിന് ശേഷമുള്ള ചർച്ചകളിലൊക്കെ തന്നെ നിഴലിക്കുന്ന ഒന്നാണ്. വ്യവസായ ലോകം ഒന്നാകെ കുറെ കൂടി നന്നായി കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം പങ്കിടുന്നു. അതിനോട് ഞാനും യോജിക്കുകയാണ്. പൊതുവേ കിട്ടാക്കടം കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ പ്രുഡൻഷ്യൽ നോംസ് ഒന്നൊന്നായി നടപ്പാക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ ബാങ്കുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു, നല്ല നിലയിൽ ശ്രദ്ധ നൽകുന്നു. റിസർവ് ബാങ്ക് പോലുള്ള കരുത്തുറ്റ നിയന്ത്രണ സംവിധാനം ബാങ്കിങ് സംവിധാനങ്ങളെ ഒന്നാകെ ഇത്തരം നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ആ നിലയിൽ ബാങ്കുകളൊക്കെ തന്നെ നല്ല നിലയിൽ അവരുടെ അസറ്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അടുത്തിടെ പോലും റിസർവ് ബാങ്കിൻ്റെ ഒരു ശ്രദ്ധാപൂർവമായിട്ടുള്ളൊരു നീക്കം എക്സ്പോർട്ട് ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ കയറ്റുമതിക്കാർക്കുള്ള വായ്പ, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ ചില പുതിയ നിബന്ധനകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് കാലാനുസൃതമായിട്ട് അസറ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഷ്കരണ പദ്ധതികൾ, നിബന്ധനകളിലൂടെ നടപ്പാക്കുന്ന കാര്യത്തിൽ റിസർവ് ബാങ്ക് ജാഗരൂകമായിട്ടുള്ളൊരു സമീപനം തന്നെയാണ് കൈക്കൊള്ളുന്നത്. ഇത് ആവശ്യവുമാണ്. കാരണം പോസ്റ്റ് കോവിഡ് സിനേറിയോ വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും സാമ്പത്തിക രംഗത്ത് റിസീവബിൾസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒന്നാകെ വരുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ഇക്കോണമി കുറേയൊക്കെ മോചനം ചെയ്ത്, അല്ലെങ്കിൽ രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവ മോചനം നേടി വരുന്നു. അത് ഒരു പെട്ടെന്ന് തന്നെ ആ മോചനം നേടുന്ന കാര്യത്തിൽ കുറെ കൂടി വേഗത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിൻ്റെ ഒരു സാഹചര്യം നമ്മൾ എടുത്താൽ പോലും വളരെ മികച്ച നിലയിലാണ് കേരളത്തിലെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഈ അസറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ കോവിഡ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ കൂടിയും
ഇവിടുത്തെ പൊതുമേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ എൻ്റെ KSFE ഒക്കെ തന്നെ ഞങ്ങൾ അസറ്റ് ക്വാളിറ്റിക്ക് വളരെയധികം പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ധനകാര്യ വകുപ്പ്, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശക്തമായ പിന്തുണയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വലിയ നിലയിലുള്ളൊരു മാറ്റം അസറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒന്നാകെ ഉണ്ടാകുന്നു. ഇത് ധനമന്ത്രി അടിവരയിട്ടിരിക്കുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. അതുമാത്രമല്ല, ഇനിയും കൂടുതൽ കർക്കശ്യത്തോടു കൂടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ രംഗത്ത് കുറെ കൂടി ഇടപെടൽ നടപ്പാക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം. ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി, ലെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉറപ്പാക്കുന്ന ചില നില കൈവരിക്കും എന്നുള്ളത്, അതുമൊക്കെ തന്നെ വളരെ സ്വാഗതാർഹമാണ്. കാരണം ആത്യന്തികമായി സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കരുത്ത്, സാമ്പത്തിക ഭദ്രത അത് ഉറപ്പുവരുത്തുന്നതിന് അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് അനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങളും നിയമനിർമ്മാണങ്ങളും ആവശ്യമാണ്. ഇപ്പോൾ പൊതുവേ സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്ന ഒരു സാഹചര്യം, ഇടയ്ക്ക് വില കുറയുന്നു. അപ്പോൾ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ചാഞ്ചാട്ടം വിലയിൽ വളരെ കാര്യമായി കാണുന്ന ഒരു ഘട്ടത്തിൽ 75% അല്ലെങ്കിൽ പരമാവധി 80% ഒക്കെ തന്നെ ആയിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം വളരെ പരമപ്രധാനമാണ്. അപ്പോൾ അത് പിന്നെ ഒരു ദിവസത്തെ വിലയുടെ എന്നുള്ള നിലയേക്കാൾ ഒരു മാസത്തെ വിലയുടെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 75% എന്നുള്ള നിലയിൽ ഒക്കെ തന്നെ റിസർവ് ബാങ്ക് ചില നിബന്ധനകൾ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ അത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ കർക്കശമാക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അത് വേണ്ടത് തന്നെയാണ്.